ഇങ്ങനെ ഞങ്ങൾ ആര്യൻ ദിലീപും വിഷുവിനും വരാത്തത് കൊണ്ട് ഞങ്ങൾ പത്തനാപുരത്തേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളെ ഭർത്താവിൻ്റെ എത്താറായി. അന്ന് ഞങ്ങൾ പത്തനാപുരത്തെ യാത്രയൊക്കെ കാണിച്ച് വീഡിയോ ഇട്ട അപ്പം പാലും ഉണ്ട്, ആ ചേട്ടനുണ്ട്, അപ്പം അവിടേക്ക് അന്ന് പോയപ്പോൾ ആ റൂട്ടൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് പോയതുകൊണ്ട് അത് എടുക്കാൻ ഇപ്പം ഞങ്ങൾ അവിടെ എത്താറായി. അടൂരൊക്കെ കഴിഞ്ഞ് അപ്പം പാലൂനും ഭയങ്കര സന്തോഷം അങ്ങോട്ട് പോണത് കൊണ്ട്. പലരും മുടി കെട്ടി വെക്കണ ഇഷ്ടമല്ല. ഇങ്ങനെ അവിടുത്തെ താശ ദിലീപിന്റെ വീട്ടിലെ ഡോഗിനെ പറ്റിയാണ്. ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. പലുവിനെ കാണുമ്പോ അതിന് ഭയങ്കര ഇതാണ്. അവനെ ഒന്നും ചെയ്യൂല, അവന് ഒന്നും ചെയ്യില്ല. താശക്കുട്ടി ഞാൻ തോടും. ഡോഗിനെ വിളിക്കണ താശക്കുട്ടിയെ. താശാന്നാ തോന്നുന്നു, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. എനിക്ക് ഭയങ്കര പേടിയാ. പേടിക്കണ്ട, അവന് ഒരു ഒന്നും ചെയ്യില്ല. അവന് മിടുക്കി കുട്ടിയാ. പേരെന്താ ശരിക്കും? താശ. താശ. പാലിന് ഭയങ്കര ഇഷ്ടമാണോ? പാല് പാപ്പം കൊടുക്കോ ഡാഷയ്ക്ക്? ഞാൻ വീട്ടിലെത്തിച്ച് കാണിച്ചാൽ നമുക്ക് ചേച്ചിയുടെ വീട്ടിലും പുത്തരി വീട്ടിലും ചേച്ചിയുടെ വീട്ടിൽ എല്ലാവർക്കും ആണ് ഇഷ്ടം. ആണോ? അല്ല, ഇഷ്ടമാണ് എന്നെ. അല്ല, എന്നെ ഇഷ്ടമാണ്. അല്ല, അതെ, പാലിനെ ഇഷ്ടം എല്ലാവർക്കും. പാലിനെ ഇഷ്ടമാണോന്ന് ചോദിച്ചേ. എന്നെ ഇഷ്ടമാണ്. അല്ല, ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാൻ പറ. പാലു മറുപടി തരും പറ. തരും. അപ്പൊ നിങ്ങൾക്ക് പാലിനോട് ഒത്തിരി ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചു. എന്റെ വീട് കാണണം. വീട് കണ്ടോ? കാണണം. കണ്ടു. കണ്ടിട്ടല്ലേ പാലുക്കുട്ടനെ ഹാപ്പി വിഷു ഒക്കെ അയച്ചെല്ലാവരും ആളുകൾ എല്ലാവരും. പാലുക്കുട്ടൻ മിടുക്കര എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചില്ലേ. പാലുവിൻ്റെ ഡാൻസ് നന്നായിട്ടുണ്ടോ? താങ്ക് യു പറഞ്ഞു എല്ലാവരോടും. ഇനിയും വീഡിയോ കാണണമെന്ന് പറഞ്ഞു. ഇനിയും കണ്ടോ? ഇനിയും കാണണോ? വേണ്ട, വേണ്ട. താങ്ക് യു. ഞങ്ങൾ പത്തനാപുരം എത്തി. ദിലീപിൻ്റെ വീട്ടിലേക്ക് കയറുക. ആര്യ വാതിക്കൽ തന്നെ ഇരിപ്പുണ്ട്. ഡിബിലെന്തി അങ്ങനെ ആ പാലുവും ആര്യയും കൂടെ മഴയൊക്കെ കണ്ടിട്ട് വന്നിരുന്നു. പാലു എന്തൊക്കെ എഴുതുകയാണ്. അപ്പം ഞങ്ങൾ ഇത് രാവിലെയുള്ള വീഡിയോ. ഞാനും ചേച്ചിയും ആര്യയും അച്ഛനും കൂടെ അവിടെ മഹാലക്ഷ്മി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചത്തേക്ക് പനീർ ബട്ടർ മസാലയും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ആര്യയുടെ കൂടെ നിന്ന് ഞാൻ സഹായിച്ചൊക്കെ കൊടുക്കണം. ആര്യ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും കൂടെ ചേർന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പാലുവിൻ്റെ ഓരോ അഭ്യാസങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിൻ്റെ ഇടയിൽ വരിക ഒക്കെ ചെയ്യുക. അപ്പോൾ ആര്യ ചോദിക്കണം അത്രയും പനീർ വേണമെന്ന്. അപ്പോൾ ഞാൻ അമ്പലി ചേച്ചിയോട് ചോദിച്ചതാണ്. അത് ആര്യയുടെ അമ്മ. അപ്പോൾ ചേച്ചി പറയാണ് കുഴപ്പമില്ല, വൈകുന്നേരം ചപ്പാത്തിക്കാണേലും കൂട്ടാൻ കൂടുതലുണ്ട് എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ
ദിലീപ് ഇവിടെ ജോലിക്കാരുണ്ട്. അപ്പോൾ ദിലീപ് ഇങ്ങനെ പൊക്കത്തെന്തോ എടുക്കാനായിട്ട് മേലോട്ട് പോവുക. അങ്ങനെ പാലുവിൻ്റെ സന്തോഷമാണ് ഇത്രയും പേരൊക്കെ ഉള്ളത് കൊണ്ട്. വീണ്ടും അവിടെ നിന്നൊരു ഡയറി എടുത്തിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കണം. അപ്പം പിന്നെ ചിക്കൻ കറിയും വെക്കുന്നുണ്ട് ദിലീപിൻ്റെ അമ്മ. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ 3 പേരും കൂടെ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു. ഭാര്യ പാത്രമൊക്കെ കഴുകിച്ചിട്ട് അതിൻ്റെ ഗ്ലാസ്സൊക്കെ എടുത്ത് വെക്കുക. അപ്പം ഇത് വേറെ ദിലീപിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടി താഷ. അപ്പോൾ അതിനെ പുന്നാരിപ്പിക്കാൻ പോണ രംഗമാണിത്. സംഭാരം വേണോ? അടച്ചു വെച്ചോ. എന്ത് പറ്റി? വേണ്ട വേണ്ട. അവന്റെ തലയിൽ തൊടാ. വേണ്ട, നീ എവിടെ ഇരുന്ന് ചിരിച്ച് ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. ആ കെട്ടിപ്പിടിച്ചോ. ഒരു മോടുത്തോ. പാവല്ലേ പാലു? അങ്ങനെ താശയെ കളിപ്പിക്കലെല്ലാം കഴിഞ്ഞ് വന്ന് സന്ധ്യയായപ്പോഴത്തേക്കും 2 പേരും കൂടെ വിളക്ക് കത്തിക്കാൻ കയറിയേക്കാണ്. അങ്ങനെ 2 പേരും കൂടെ നാമം ചെല്ലാനൊക്കെ ഇരുന്നിട്ട് പാലു അവിടുന്ന് ദിലീപിൻ്റെ പെങ്ങൾ ദുബായിലാണ്. അപ്പോൾ ഫോൺ വിളിച്ച് വീഡിയോ കോൾ വിളിച്ചേക്കാം. ഭാര്യയോട് വന്ന് എന്തോ പറഞ്ഞിട്ട് പോയത്. ഭാര്യ വിളക്ക് കത്തിച്ചിട്ട് അവിടെ പോയി വീടിൻ്റെ പണി പൂർത്തിയാക്കാതെ പൂജാമുറിയൊക്കെ സെറ്റായി വന്നെയുള്ളൂ. അപ്പോൾ അവരുടെ പഴയൊരു പൂജാമുറി തന്നെയാണ് ഇപ്പോഴും വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ പാലു വന്നിട്ട് ഭസ്മം തൊടുകയാണ്. ഭസ്മം തൊട്ടതാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭസ്മം തൊട്ട് കഴിഞ്ഞിട്ട് ഇനി ചേട്ടന് തൊട്ട് കൊടുക്കാനായിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. അച്ഛന് ഭസ്മം തൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങുകയാണ് ഈ മുറ്റത്തൂടെ. അപ്പോൾ ആ താശയ്ക്ക് 7:30 ആകുമ്പോഴത്തേക്കും വൈകുന്നേരത്തെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താശ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ഓടി നടക്കാൻ നിറയെ മുറ്റമുണ്ടല്ലോ. ഇതൊക്കെ കൊണ്ടാണ് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഫ്ലാറ്റിലേക്ക് പോണ കാര്യം പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം വരും. അവിടെ നിന്നാൽ മതി എന്നുള്ള വാശി പിടിക്കലാണ്. അപ്പോൾ ഇങ്ങനെ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അകത്ത് കയറും. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഇറങ്ങി വരും. അപ്പോൾ പിന്നെ നമുക്കും വിഷമം വരും. അവൾ ഈ ഫ്ലാറ്റിൽ ഇരുന്ന് വരുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു സന്തോഷം. ഇപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ പോയി അവിടെ നിൽക്കും. അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരും. പിന്നെ അവിടേക്ക് ഇങ്ങനെ അടുത്ത് വീടുകളൊക്കെ ഉള്ള കാരണം ഇങ്ങനെ ഭയങ്കര ലൈറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. പിന്നെ ഇവിടെ മൊത്തം ഇൻ്റർലോക്കൊക്കെ ഇട്ടേക്കണതുകൊണ്ട് അവിടെ നടുക്ക് പുല്ല് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ ഭക്ഷണം കഴിക്കലൊക്കെ മടിയാണ്. അപ്പം ഞാനൊരു അവളുടെ നാനും ഏത്തപ്പഴവും നട്ട്സും എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ഷേക്ക് പോലെ അടിച്ചത് അത് കൊടുക്കുകയാണ്. അപ്പോൾ മുറ്റത്ത് കിടക്കുമ്പോൾ കഴിക്കും. എവിടെയെങ്കിലും വീട്ടിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒന്നിനും ഒരു വാശിയില്ല, എല്ലാം കഴിക്കും. പക്ഷെ മറ്റൊരെവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. മാക്സിമം കളിക്കണം എന്നൊരു ചിന്തയാണ് മനസ്സിൽ. അങ്ങനെ ഓടി നടക്കണം അങ്ങനെ ഒരു ചിന്തയുള്ള കാരണം അവളെ നമുക്ക് പിടിച്ചിരുത്തി. പിന്നെ നമ്മളോർക്കും അവിടെയൊക്കെ നിൽക്കുമ്പോഴല്ലേ ഇങ്ങനെ മുറ്റമൊക്കെ ഉള്ളൂ, നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ വീണ്ടും ആ ചുമരിനുള്ളിലേക്ക് പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇത് ആര്യയുടെ വീട്ടിൽ കളിത്തട്ടിലോ എന്തോ പണിയാൻ വേണ്ടി ഇനി ഇതിൻ്റെ മേലെ എങ്ങാണ്ട് ഓട് അതിന് വേണ്ടിയിട്ട് വാർത്തൊക്കെ ഇട്ടേക്കാണ്. ഇത് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിക്കാൻ പറഞ്ഞാൽ അവിടെ ദാശ നിൽക്കണതുകൊണ്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുവാണ്. പിന്നെയും അവൻ്റെ പുറകെ ഓടിപ്പോകും. അപ്പോൾ അത് ഇപ്പോൾ പ്രഗ്നൻ്റാണ്. അപ്പോൾ അതിനങ്ങനെ ഓടാനും എടുക്കാനൊന്നും പാടില്ല. അപ്പം
ഡാൻസ് കളിക്കുന്നതാണ്. എവിടെ നിന്നാലും ഡാൻസാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കുണുങ്ങിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല പുള്ളിക്കാരിക്ക്. അങ്ങനെ ഇത് ഇവരുടെയൊക്കെ വീടിൻ്റെ ആ പ്രദേശമൊക്കെയാണ്. ചേട്ടൻ പിന്നെ പ്രകൃതിയുടെ വീഡിയോ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അതെടുത്തു ഇങ്ങനെ വീഡിയോയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് പാലും ഇങ്ങനെ ഓടണ കാരണം അങ്ങോട്ട് ക്യാമറ വയ്ക്കണം. അപ്പോൾ അവളെ കാണിക്കുമെന്നും പറഞ്ഞ് അവൾ വാശി പിടിക്കും. അപ്പോൾ അതാണ് പാലും ഇങ്ങനെ ഈ വീടിൻ്റെ പറമ്പ് ഇങ്ങനെ എപ്പോഴും കാണിക്കണത്. അപ്പോൾ ഇപ്പം നല്ല ഇരുട്ടൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. നിറയെ മരങ്ങളും റബ്ബറും ഒക്കെ ഉള്ള കാരണം ഇങ്ങനെ ഒരു പ്രത്യേക ഭംഗി. അങ്ങനെ ഷേക്കൊക്കെ കുടിച്ച് കൈ കഴുകി അകത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ശരിയാക്കി മുറ്റമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നേയുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കയറാതെ ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വീണായിരുന്നു. വീണ്ടും അവൾ കറങ്ങി ആശയുടെ അടുത്തെത്തി. ഇനിയിപ്പം കൂട്ടിൽ കയറ്റി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അഴിച്ചു വിട്ടതാണ്. തിരിച്ച് അകത്തോട്ട് കയറി പോവുക. എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം. ഒരു മിനിറ്റ് അടങ്ങിയിരിക്കുക. ഉറങ്ങാനൊക്കെ ഞാൻ പിടിച്ചുകൊണ്ട് പോകണം. വീട്ടിലാണെങ്കിൽ കറക്റ്റ് 8:30 ഉറങ്ങും, എല്ലാം ചെയ്യും. ഇതിപ്പോൾ ദിലീപിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റൂമിൻ്റെ അവിടെ ചെന്നെന്തോ ചോദിക്കുകയാണ് അവരോട്. അവിടുന്ന് ഞങ്ങൾ ഇപ്പോൾ ഇനി ഇപ്പോൾ ദിലീപിൻ്റെ കാറ് ജീപ്പ് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കയറാനായിട്ട് മേല് കഴുകിയിട്ട് വന്നിട്ട് അതിൻ്റെ അകത്ത് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അതിനുള്ളിൽ കയറി. അപ്പോൾ അത് ചേട്ടനോട് ചോദിക്കുകയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് അവൾ. അപ്പം ദിലീപ് സ്റ്റാർട്ട് ചെയ്യാമോ? വേണ്ട എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? എങ്ങനെയാ? വേണ്ട. വീണ് ഇറങ്ങി ഡിബിലി വന്നിട്ട് കയറാം. ദിലീപ് വന്നിട്ടേ കയറാം കേട്ടോ. ചോദിച്ചോക്കെ ചേച്ചിയോട് പറ. ഓടി അകത്തോട്ട് പോയതാണ്. ഇപ്പം അവിടെ പോയി ഡാൻസ് കളിക്കുന്നത്. പാട്ടുള്ള കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാലും ചെയ്യണത് ഡാൻസതാണ്. അപ്പോൾ ഇപ്പോൾ ആര്യ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആര്യ ചേട്ടൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അവൾ പറയണം അയ്യോ ഞാൻ പെട്ടെന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതവിടെ ആര്യയുടെ വീട്ടിലെ ഒരു അമ്മയുടെ ഒരു സ്വന്തം സഹായിയൊക്കെ ആയിട്ടുള്ളൊരു അമ്മയാണത്. എല്ലാ ദിവസവും അവിടെ ഉണ്ടാവും. അവരുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. ഇത് ആര്യ എന്തൊക്കെയോ ചേട്ടനോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ വോയിസ് എന്താണോ വന്നില്ല അതിനകത്ത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ആര്യ അവിടെ നിന്ന് എഴുന്നേറ്റ് അവരുടെ റൂമിലെന്തോ എടുക്കാനോ മറ്റോ പോയി. അപ്പം ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞ് പോരാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ വൈകുന്നേരം ആവട്ടെ ഇച്ചിരി വെയിൽ കുറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ച് തൃപ്പൂണിത്തുറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ പാലുവിനറിയില്ല, പാലു വേറെ എങ്ങാണ്ട് പോകാമെന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദിലീപ് പുറത്ത് പോയേക്കായിരുന്നു അടൂർ വരെ. അപ്പോൾ ദിലീപ് വരാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചേരാൻ 10 മിനിറ്റുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു. യാത്ര പറഞ്ഞിട്ട് പോരാമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പം ദൂരെ ആയതുകൊണ്ട് എത്തൂല്ല എന്നാണ് വിചാരിച്ചത്. കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് കൊണ്ട് എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പാലും ഇങ്ങനെ മുറ്റത്ത് പോയി അവിടെ ചെരുപ്പ് കഴുകും, എന്നിട്ട് വീണ്ടും ഇടും. അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ദിലീപ് വരാനായിട്ട് താമസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങാമെന്ന് വെച്ചാൽ ഇറങ്ങിയത് കാരണമാണ് വെളിയിലിട്ട് ഇറങ്ങിയത്. കഴിഞ്ഞപ്പം ദിലീപ് വീണ്ടും വിളിച്ച് 10 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ദിലീപിനെ കണ്ടിട്ട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു ചേട്ടൻ. കാരണം പിന്നെ നിൽക്കുക അവൾ ഒരു തമാശ പോലെ ചെരുപ്പിൽ വെള്ളം കോരി വയ്ക്കുക, പിന്നെ കാല് കഴുകുക, അത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആര്യ വന്നിട്ട് കഴുകി ചെരുപ്പിടിക്കുകയാണ്. എന്നാലും അവൾ വീണ്ടും ഇറങ്ങും എന്തെങ്കിലും കാര്യം. അങ്ങനെ ദിലീപിൻ്റെ അച്ഛനും അമ്മയും ആര്യയും ഞങ്ങളെല്ലാം കൂടെ വെളിയിൽ വന്ന് ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പാലുവിൻ്റെ കുറുമ്പുകളും ഒക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പാലുവിന് ദിലീപിൻ്റെ അമ്മ കണ്ണും പിരിയൊക്കെ എഴുതിച്ചു കൊടുത്തപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ് പാലുവിന് ഇപ്പോൾ വേറൊരു കുഞ്ഞിൻ്റെ മുഖം. പാലു അങ്ങനെ പിരിയവും കണ്ണൊന്നും എഴുതാൻ സമ്മതിക്കില്ല.
പിന്നെ ദിലീപിൻ്റെ അമ്മ ഇവിടെ വരുമ്പോൾ എഴുതി കൊടുക്കും. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഭയങ്കര സന്തോഷമാണ് കണ്ണെഴുതാനും പിരിക എഴുതാനും ഒക്കെ. അപ്പോൾ അതൊക്കെ പറയുകയാണ്. പിന്നെ ആര്യയും ചേട്ടനും തമ്മിലുള്ള കുറേ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ പുത്ര വീട്ടിൽ പോവാ. നീ സുസ്മേന്റെ അടുത്താണോ? അത് അമ്മയെ പോണേ. ഞാനും അച്ഛനും പുത്ര വീട്ടില്, നീ അമ്മയുടെ കൂടെ പൊക്കോ. ആ ട്രെയിൻ പിന്നെ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. ആര്യയും ചേട്ടനും കൂടെ വണ്ടിയിൽ കയറി ഇരിക്കുക. അപ്പോൾ പാലു ഒരു രക്ഷയില്ല. പാലുവിന് ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കും, ഇറങ്ങും. അപ്പം അവിടുത്തെ അമ്മയ്ക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആര്യയുടെ അവിടുത്തെ അമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് തന്നുവിടേണ്ടതെന്ന് അറിയില്ല. എനിക്ക് കുറേ ചക്ക പറിച്ച് അതിൻ്റെ ചുള എല്ലാം അടത്തി അത് തന്നു വിട്ട എന്ത് സാധനങ്ങളും നമുക്കിങ്ങനെ നിറയെ സാധനം തന്നു വിടണം. വേണ്ട എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പോൾ വണ്ടിയിലിരുന്ന് ഇടയ്ക്ക് കുഞ്ഞിന് കൊടുക്കാൻ, നിങ്ങൾക്കും കഴിക്കാൻ അത്ര ലോങ്ങ് പോകുമ്പോൾ എന്നും പറഞ്ഞിട്ട് എള്ളുണ്ടയും ചിപ്സും ഒക്കെ തന്നു വിട്ടു. അപ്പോൾ ഇത് അവർ വണ്ടിയിലിരുന്നപ്പോൾ തൊട്ട് അവരും പെറുക്കി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടനും ആര്യയും കൂടെ എള്ളുണ്ട കഴിക്കണം വണ്ടിയിരുന്ന്. എന്നിട്ട് ആ പാലുവിനും കൊടുത്ത്. ഭാര്യ ഫോട്ടോയാണെന്നും പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തത് വീഡിയോ ആയിപ്പോയി. അപ്പോൾ അത് പറഞ്ഞാണ് അവൾ ചിരിക്കണം. അച്ഛൻ ഫോട്ടോ എടുക്കണമെന്ന് വെച്ച് ഞാൻ വന്നതാണ്. അപ്പോൾ ചേട്ടൻ ചോദിക്കുകയാണ്, നീ അറിഞ്ഞില്ലല്ലോ. അപ്പം ചേട്ടൻ്റെ മുടി നരച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അതിന് ആര്യയോട് പറയാണ്, എൻ്റെ മുടി കറക്കാൻ തുടങ്ങിയെന്ന്. അപ്പോൾ ഇവിടെ കറുത്തിട്ടുണ്ട് അവിടെ കറുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വളിപ്പുകൾ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇന്ന് ചിരിക്കുക. അപ്പം പാലുവിനോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ പാലു എന്തെങ്കിലും കോമഡി പറഞ്ഞിട്ട് പാലുവും ചിരിക്കുന്നുണ്ട്. അപ്പോൾ പാലു പിരിയവും കണ്ണൊക്കെ എഴുതിയേക്കുന്നതുകൊണ്ടാണ് വേറൊരു മുഖമായിട്ട് തോന്നുന്നത്. കണ്ട, ഇതാണ് അമ്പിളിയമ്മ എഴുതി കൊടുത്തതാണ്. കണ്ട, പിരിയവും കണ്ണും പൊട്ടും ഒക്കെ വരച്ച്. എല്ലാവരും പരാതിയല്ലേ പാലുവിനെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ വീണ്ടും ദിലീപിനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. വായിക്കാത്ത എള്ളുണ്ട ഇങ്ങനെയൊന്ന് ഞാൻ കൊടുക്കില്ല, ഞാൻ പൊട്ടിച്ചിട്ട് കുറേശ്ശെ കൊടുക്കുള്ളൂ. ഇവരൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കും. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കണുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ ഇതാണ്. പിന്നെ പാലുവിന് എപ്പോഴും കാറിൽ ഗ്ലാസ് വേണം. വണ്ടിയെ കയറുമ്പോൾ തുടങ്ങും ചൂടാക്കാണ്ട്. എന്നിട്ട് ഈ കണ്ണാടി വെക്കും. ഇപ്പോൾ പറയണത് ആര്യൻ ദിലീപ് ഒരു മൂന്നാർ പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ ആര്യൻ ദിലീപൊക്കെ വെച്ചത് അത്രയും ഗ്ലാസ് വേണമെന്നാണ് എന്നോട് പറയണത്. ഇത് വേണ്ട, വേറെ കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. പാലു കണ്ണാടി ചില്ല് മേലോട്ടാക്കിയതിന് വഴക്ക് പറയുകയാണ്. ഗ്ലാസ് പുറത്ത് ആളുകൾ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ട് ആര്യ പാലുവിനോട് ചോദിച്ചപ്പോൾ അവിടുത്തെ അച്ഛനോട് പറയാം. അപ്പം അച്ഛൻ പറയാണ്, പാലു പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഇണങ്ങും. അപ്പം ഞാൻ പറയണ അതെങ്ങനെ അവിടെ ചെന്നാലും ആളുകളുമായിട്ട് പെട്ടെന്ന് പുള്ളിക്കാരി കമ്പനിയാവും. അപ്പോൾ പറയണ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലും അവരുടെ കൂടെ അങ്ങ് പോക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് തമാശയൊക്കെ പറഞ്ഞ് ദിലീപിനെ കാത്തിരിക്കണ ഇരിപ്പാണ്. അപ്പോൾ അമ്പിളി ചേച്ചി വന്നിട്ട് ചായ കുടിക്കാൻ അപ്പോൾ ഞാൻ ചായ വെക്കാമെന്നും പറഞ്ഞിട്ട് ചായ വെച്ചുകൊണ്ട് വരാം, ഇനി ദിലീപ് വരാൻ 10 മിനിറ്റ് എടുക്കില്ലേ എന്നും പറഞ്ഞിട്ട് ഊണ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ പോകാൻ തുടങ്ങിയാൽ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഇച്ചിരി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത്തിരി കുറഞ്ഞു വരുമല്ലോ, നമ്മൾ ഇച്ചിരി വൈകുന്നേരത്തോടെ ഇറങ്ങിയാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി രാത്രിയായ ചേട്ടനും വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചത്. വീണ്ടും എൻ്റെ മുടി നരച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആര്യ പറയണ വയസ്സ് താഴോട്ടല്ലല്ലോ പോണത്, മേലോട്ടല്ലേ പോണത് എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ ആര്യയോട് ഇതേ കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാലുവിന് ഇങ്ങനെ ക്ഷമയില്ല. അങ്ങനെ നോക്കുമ്പോൾ ദിലീപും അവരുടെ ഒരു കസിന കൂടെ അടൂർ പോയിരുന്നു. അപ്പോൾ ദിലീപ് വന്ന് ദിലീപിനെ കണ്ടില്ലെങ്കിൽ 5 മിനിറ്റ് കണ്ടില്ല ഇങ്ങനെ ഡിബിലെവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ദിലീപ് നേരിട്ട് വന്നാൽ ഭയങ്കര നാണാ. പിന്നെ മുഖമൊക്കെ സൈഡ് ഇങ്ങനെ പൊത്തി പിടിച്ചാൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അവിടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇങ്ങനെ മറച്ചു പിടിക്കും. പക്ഷേ ദിലീപ് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ദിലീപിനെ ഭയങ്കര നാണവും ഭയങ്കര പേടിയാണ്. പിന്നെ അപ്പോൾ ദിലീപ് വന്നപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതാണ്. ഇവിടെ നിന്ന് തന്നെ എടുക്കാം. എനിക്ക്
അങ്ങനെ ഞങ്ങൾ പത്തനാപുരത്ത് വന്നിട്ട് തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. പാലുവിന് അവിടുത്തെ അമ്പിളിയമ്മ കണ്ണൊക്കെ എഴുതി പിരികൊക്കെ എഴുതി ആദ്യമായിട്ടല്ലേ ഞങ്ങൾ കാണാൻ വേറെ മുഖം. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും ഇതിനെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടൊക്കെ കൂടി ഒത്തിരി സന്തോഷം.